ഹായ് ഓൾ, വെൽക്കം ടു HUB. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് അറിയണം. ഓക്കെ, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ട്രയാങ്കിൾസ് ആർ സെഡ് ടു ബി കോൺഗ്രുവൻറ്റ് ഇഫ് ദേ ആർ ഈക്വൽ ഇൻ ഷേപ്പ് ആൻഡ് ഈക്വൽ ഇൻ സൈസ്. അപ്പോൾ ഷേപ്പിലും സൈസിലും ഒരുപോലെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് ആംഗിൾസും സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് സൈഡ്സും സെയിം ആയിരിക്കണം. ഇപ്പോൾ നോക്കി, ഞാനിപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് എടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ PQR. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് AB = PQ. അപ്പം AB = PQ ആണ്. ആ രണ്ട് സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം ആണ്. അതുപോലെ BC = QR ആണ്. BC സൈഡിൻ്റെയും QR സൈഡിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആണ്. അതുപോലെ AC = PR ആണ്. AC സൈഡിൻ്റെയും PR സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം ആണ്. ഓക്കെ, സൈഡ് മാത്രം സെയിം ആയാൽ പോരാ, അകത്തിരുന്ന ആംഗിൾസ് എന്താവണം? സെയിം ആവണം. അപ്പോൾ ഇവിടെ നോക്കുക, BC = QR ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ BC = QR ആണെന്നുണ്ടെങ്കിൽ BCക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ A ആണ്, QRന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ P ആണ്. ആ രണ്ട് ആംഗിൾസ് എന്താണ്? സെയിം ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം AC = എന്താ? PR ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും PR സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ B = Q ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ AB = PQ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AB സൈഡിനും PQ സൈഡിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെച്ചാൽ ആംഗിൾ C = R ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ട്രയാങ്കിൾ ABC ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രയാങ്കിൾ ABC ഈസ് കോൺഗ്രുവൻ്റ്. കോൺഗ്രുവൻ്റ് സിമ്പിൾ ശ്രദ്ധിക്കുക, ഈക്വൽ സൈൻ, അതിന് മുകളിലൊരു ടിൽഡേ സിമ്പിൾ. ഓക്കെ, ഇതാണ് കോൺഗ്രുവൻസ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. ഇതാ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡോട്ടൂടെ വരുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, കോൺഗ്രുവൻസ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്, ഒരു ഈക്വൽ സൈൻ, അതിന് മുകളിലൊരു ടിൽഡേ സിമ്പിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ABC ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PQR എന്നെഴുതാം. പിന്നെ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് തോന്നുന്ന ഓർഡറിൽ എഴുതാൻ പറ്റത്തില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആംഗിൾ A = എന്തായിരിക്കണം? ആംഗിൾ P ആയിരിക്കണം. ആംഗിൾ A = P ആണ്. അതുപോലെ ആംഗിൾ B = Q ആയിരിക്കണം. ആംഗിൾ B = Q ആണ്. ആംഗിൾ C = R ആയിരിക്കണം. ആംഗിൾ C = R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ AB = എന്തായിരിക്കും? PQ ആയിരിക്കും. AB = PQ ആണ്. BC = QR ആയിരിക്കും. BC = QR ആണ്. അതുപോലെ AC = എന്തായിരിക്കും? PR ആയിരിക്കും. അപ്പോൾ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ടെസ്റ്റ് ഓഫ് കോൺഗ്രുവൻസ് ആണ്. ടെസ്റ്റ് ഓഫ് കോൺഗ്രുവൻസ്. ഓക്കെ, ടെസ്റ്റ് ഓഫ് കോൺഗ്രുവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ആ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ട് ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ടെസ്റ്റാണ് SSS. ആ പേരിൽ തന്നെ ഉണ്ട്, സൈഡ് ടെസ്റ്റ്. ഓക്കെ, സൈഡ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ട്രയാങ്കിളിലെ 3 സൈഡ്സും മറ്റേ ട്രയാങ്കിളിലെ 3 സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സൈഡ് മെഷർമെൻറ്റ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 5, ഇവിടെ 6, ഇവിടെ 7. ഇതാണ് ഈ ട്രയാങ്കിളിലെ 3 മെഷർമെൻറ്റ്സ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിലെ 3 മെഷർമെൻറ്റ്സും 5ഉം 6ഉം 7ഉം ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതേ ഓർഡറിൽ തന്നെ ഇവിടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ട്രയാങ്കിളിൽ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ വരുന്നുണ്ടെങ്കിൽ മറ്റേ ട്രയാങ്കിളും ഇതേ 3 മെഷർമെൻറ്റ് വന്നാൽ മതി. അത് ഇന്ന ഓർഡറിൽ തന്നെ വരണമെന്നില്ല. ഓക്കെ ആണല്ലോ? ഈ 3 മെഷർമെൻറ്റ്സ് ആണ് ആ ട്രയാങ്കിൾ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് പറയുന്നുണ്ട്? സൈഡ് ടെസ്റ്റ് പ്രകാരം AB = PQ ആണ്. AB = PQ ആണ്. BC = QR ആണ്.
അതുപോലെ എ സി ഈക്വൽ ടു എന്താ പി ആർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പം ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സിൻ്റെ മെഷർമെൻറ്റും മറ്റ് ട്രയാങ്കിളിലെ 3 സൈഡ്സിൻ്റെ മെഷർമെൻറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? പിന്നെ സിമ്പിൾ ശ്രദ്ധിക്കുക, മേളിലൊരു ഡോട്ട് ഇല്ല. ഇതാണ് നമ്മുടെ കോൺഗ്രുവൻസ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കും സെയിം ആയിരിക്കും. എ ബി ഈക്വൽ ടു പി ക്യു ആയിരിക്കും. എ ബി ഈക്വൽ ടു കണ്ടോ പി ക്യു ആയിരിക്കും. അതുപോലെ ബി സി ഈക്വൽ ടു എന്തായിരിക്കും ക്യു ആർ ആയിരിക്കും. ബി സി ഈക്വൽ ടു ക്യു ആർ ആയിരിക്കും. അതുപോലെ എ സി ഈക്വൽ ടു എന്തായിരിക്കും എ സി ഈക്വൽ ടു പി ആറും ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പോവാണ്. എക്സാമ്പിൾ വെച്ചൊരു കാര്യം പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. എക്സാമ്പിൾ വെച്ച് പറയാൻ പോവാണ്. സപ്പോസ് ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് 5ഉം 6ഉം 7ഉം ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ ആണല്ലോ? ഈ ട്രയാങ്കിളിലെ മെഷർമെൻറ്റ് ഞാൻ എന്താണ്ട 5, ഇവിടെ 6, ഇവിടെ 7 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളിത് ചോദിക്കുവാണ്, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചോദിക്കുവാണ്. പറഞ്ഞ് മനസ്സിലായോ? രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണോ? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് തന്നെയാണ്. കാരണം ഈ ട്രയാങ്കിളിലെ മെഷർമെൻറ്റ്സ് വരുന്നത് 5, 6, 7 ആണ്. ആ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് എന്ത് തന്നെയാണ് 5, 6, 7 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇനി എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഞാൻ ഓർഡർ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഓർഡർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലായി. ഇനി എഴുതുന്ന ഓർഡർ ശ്രദ്ധിക്കുക. ഇവിടെ ബി സി സൈഡിൻ്റെ മെഷർമെൻറ്റ് 7 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 7 സെൻറ്റിമീറ്റർ വരുന്നത് എവിടെ? പി ആർ സൈഡിൻ്റെ മെഷർമെൻ്റ് ആണ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി സി സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും അതുപോലെ തന്നെ പി ആർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും, ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കും ആംഗിൾ ക്യൂ ആയിരിക്കും. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത സൈഡിൽ നോക്കാം. ഇവിടെ ഇപ്പം എ സി സൈഡിൻ്റെ മെഷർമെൻറ്റ് 6 ആണ്. ഈ ട്രയാങ്കിളിൽ 6 സെൻറ്റിമീറ്റർ വരുന്നത് എവിടെയാണ്? പി ക്യൂ സൈഡിലാണ് 6 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ആ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും, അതുപോലെ ഇവിടെ 6 സെൻറ്റിമീറ്റർ വരുന്നത് പി ക്യൂ സൈഡിലാണ്. പി ക്യൂ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ആറാണ്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കും ആംഗിൾ ആറായിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആറായിരിക്കും. ഇനി റിമൈനിങ് ആയിട്ട് ഒരു ആംഗിളൂടെ അല്ലേ ഉള്ളൂ. ഏതാണ്? 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി. 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും പിന്നെ ഇവിടെ നിന്നായിരിക്കും 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ പിയും എന്തായിരിക്കും സെയിം ആയിരിക്കും. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് ആയിരിക്കും കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നത്. ഓർഡർ ഇതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എ ബി ഈക്വൽ ടു എന്തായിരിക്കും ക്യു ആർ ആയിരിക്കും. എ ബി ഈക്വൽ ടു ക്യു ആർ ആണോ എന്ന് നോക്കിയേ. എ ബി ഈക്വൽ ടു ക്യു ആർ ആണ് അല്ലേ? രണ്ടത് 5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതുപോലെ ബി സി ഈക്വൽ ടു എന്തായിരിക്കും പി ആർ ആയിരിക്കും. ബി സി ഈക്വൽ ടു എന്തായിരിക്കും പി ആർ ആയിരിക്കും. രണ്ടിൻ്റെ മെഷർമെൻറ്റ് 7 ആണ്. പിന്നെ വരുന്നത് എന്താ? എ സി ഈക്വൽ ടു പി ക്യു ആയിരിക്കും. എ സി ഈക്വൽ ടു പി ക്യു ആയിരിക്കും. രണ്ടിൻ്റെ മെഷർമെൻറ്റ് 6 ആണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എക്സാമ്പിൾ ഇട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പം സൈഡ് ടെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ടെസ്റ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടെസ്റ്റ് വരുന്നത് SAS ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്, സൈഡ് ആംഗിൾ സൈഡ്. ഇവിടെ നോക്കിയേ, സൈഡ് ആംഗിൾ സൈഡ് പറയുമ്പോൾ രണ്ട് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കണം. എന്നിട്ട് ഒരു ആംഗിൾ സെയിം ആവണം. അത് ഏത് ആംഗിൾ ആയിരിക്കണം? നമ്മൾ എടുക്കുന്ന രണ്ട് സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കണം സെയിം ആയിട്ട് വരേണ്ടത്. പറഞ്ഞ് മനസ്സിലാവും? അപ്പോൾ ഈ രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ ആ രണ്ട് സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ഏതാ? ആംഗിൾ എ ആണ്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് സൈഡ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ഏതാ? ആംഗിൾ പി ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നോക്കിയേ, എ ബി ഈക്വൽ ടു പി ക്യു. എ ബി സൈഡും പി ക്യു സൈഡും സെയിം ആണ്. അതുപോലെ എ സി സൈഡും പി ആർ സൈഡും സെയിം ആണ്. ഇനി ആ രണ്ട് സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ പിയും ആണ്. ആ രണ്ട് ആംഗിൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ ഇവിടെ നോക്കിയേ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആണ്.
അതുപോലെ കണ്ട എ ബി ഈക്വൽ ടു പി ക്യു ആണ്. എ ബി ഈക്വൽ ടു എന്താ പി ക്യു ആണ്. എ ബി ഈക്വൽ ടു പി ക്യു ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ സി ഈക്വൽ ടു എന്തായിരിക്കും ആംഗിൾ ആറായിരിക്കും. എന്താണ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആറായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ എല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ വരും. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറയാം. സൈഡ് ആംഗിൾ സൈഡാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഈ രണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ഞാനൊരു 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്താ അടുത്ത ട്രയാങ്കിൾ എടുത്തു. ഇതാണ്ട ഇവിടെ 5 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നു, ഇവിടെ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇതാണ്ട അത് രണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ എത്ര മാർക്ക് ചെയ്യുന്നു? 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണോ? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. കാരണം 5ഉം 6ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ ഇവിടെ 50 ഡിഗ്രി ആണ്. ഇവിടെയും 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ സൈഡ് വരുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ എന്താ 50 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. സൈഡ് ആംഗിൾ സൈഡ് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ കോൺഗ്രുവൻ്റ് ആണെന്ന് മനസ്സിലായി. ഇനി എന്താ? കറക്റ്റ് ഓർഡർ എഴുതണം. എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കറക്റ്റ് ഓർഡർ എഴുതുക. അപ്പോൾ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഓർഡറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആംഗിൾ ഏതാ? എ ആണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആംഗിൾ ഏതാ? പി ആണ്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ പി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി താണ്ട 50 ഡിഗ്രി വരുന്ന എവിടാ? ഇവിടെ 50 ഡിഗ്രി വരുന്ന ആംഗിൾ ബിയുടെ സ്ഥാനത്താണ്. ഇവിടെ 50 ഡിഗ്രി വരുന്ന ആംഗിൾ ആറിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആറായിരിക്കും. ഇനി ബാക്കി റിമൈനിങ് ഒരു ആംഗിളുടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ്ട ഇവിടെ ഇപ്പം ട്രയാങ്കിൾ എ ബി സിയിൽ റിമൈനിങ് വരുന്ന ആംഗിൾ സി ആണ്. ആംഗിൾ സി വരുന്നത് ഇവിടെ 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ സി വരുന്നത്. ഇവിടെ 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് വരുന്ന ഏതാ? ആംഗിൾ ക്യൂ ആണ്. അപ്പോൾ സി ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ എന്നുണ്ടെങ്കിൽ എ ബി ഈക്വൽ ടു എന്തായിരിക്കും? പി ആർ ആയിരിക്കും. എ ബി ഈക്വൽ ടു പി ആർ ആണ്. ഓക്കെ, ബി സി ഈക്വൽ ടു ക്യൂ ആർ ആണ്. ബി സി ഈക്വൽ ടു ക്യൂ ആർ ആണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ എ സി ഈക്വൽ ടു എന്തായിരിക്കും? പി ക്യു ആയിരിക്കും. എ സി ഈക്വൽ ടു പി ക്യു ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ. ഇപ്പോൾ രണ്ട് ടെസ്റ്റ് കഴിഞ്ഞു. സൈഡ് ടെസ്റ്റും പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? സൈഡ് ആംഗിൾ സൈഡ് ടെസ്റ്റും പറഞ്ഞു. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾസ് കൂടെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പോൾ അതിൽ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കണം, ഒരു സൈഡ് സെയിം ആയിരിക്കണം. അപ്പം ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സൈഡായാൽ പോരാ. നമ്മൾ രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിൾസും ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും സെയിം ആവണം. അപ്പോൾ ഇവിടെ നോക്കി, ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ആ രണ്ട് ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും, അതുപോലെ ഈ രണ്ട് ആംഗിൾസും ആ രണ്ട് ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡും സെയിം ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. ഓക്കെ, ഇനി ആ രണ്ട് ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ആവണം സെയിം ആയിട്ട് വരേണ്ടത്. അപ്പോൾ ആ രണ്ട് ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ഇവിടെ ബി സി ആണ്. ഇവിടെ ആ രണ്ട് ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ക്യൂ ആർ ആണ്. അപ്പം ബി സി ഈക്വൽ ടു ക്യൂ ആർ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിളോട്ട് വരുവാണ്. ആംഗിൾ സൈഡ് ആംഗിളിൻ്റെ എക്സാമ്പിൾ പറയാൻ പോവാണ്. ഞാൻ എന്താ ഇവിടെ 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ ഈ ട്രയാങ്കിളിൽ ഇവിടെ 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഏത് സൈഡാണ് സെയിം ആവേണ്ടത്? ആ രണ്ട് ആംഗിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് ആയിരിക്കണം സെയിം ആയിട്ട് വരേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഒരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ ഈ രണ്ട് ആംഗിൾ ഇൻക്ലൂഡ് സൈഡ് പി ആർ ആണ്. അവിടെ ഞാനൊരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇനി എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് തോന്നുന്ന ഓർഡറിൽ എഴുതാൻ പറ്റത്തില്ല. രണ്ടിടത്ത് 7 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇവിടെ 7 സെൻറ്റിമീറ്റർ വരുന്നത് എവിടെ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആണ് 7 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ഏത് ആംഗിൾ ആയിരിക്കും? ഇവിടെ 7 സെൻറ്റിമീറ്റർ വരുന്ന പി ആർ സൈഡിലാണ്. പി ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ക്യൂ ആണ്. അപ്പോൾ എ ഈക്വൽ ടു ക്യൂ ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ഇനി ആംഗിൾ ബി ഈക്വൽ ടു നിങ്ങൾക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ. ആംഗിൾ ബി ഈക്വൽ ടു ഏത് ആംഗിൾ ആയിരിക്കും? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കും. പിന്നെ അതുപോലെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം സെയിം ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ടെസ്റ്റ് കഴിഞ്ഞു. മൊത്തം 5 ടെസ്റ്റാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആംഗിൾ സൈഡാണ്. ആംഗിൾ സൈഡ്. അപ്പം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ആംഗിൾ സൈഡ് ആംഗിൾ ആണ്. ഇവിടെ വരുന്നത് ആംഗിൾ സൈഡാണ്. അപ്പോൾ 2 ആംഗിൾസും ഒരു സൈഡ് സെയിം ആവണം. ഈ ഒരു കേസിൽ 2 ആംഗിൾസ് സെയിം ആവണം, പിന്നെ സൈഡ് സെയിം ആവണ്ടേ? ആ സൈഡ് ഇൻക്ലൂഡഡ് സൈഡല്ല. 2 ആംഗിൾസും ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡല്ല, നോൺ ഇൻക്ലൂഡഡ് സൈഡായിരിക്കണം. നോൺ ഇൻക്ലൂഡഡ് സൈഡായിരിക്കണം. അപ്പം നോൺ ഇൻക്ലൂഡഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എ ബി ഈക്വൽ ടു പി ക്യു വരാം, അല്ലെന്നുണ്ടെങ്കിൽ എ സി ഈക്വൽ ടു എന്ത് വരണം? പി ആർ വരാം. ഒന്നെങ്കിൽ എ ബി ഈക്വൽ ടു പി ക്യു വരണം, അല്ലെന്നുണ്ടെങ്കിൽ എ സി ഈക്വൽ ടു പി ആർ വരണം. ഈ 2 ആംഗിൾസ് സെയിം ആവണം. എന്നിട്ട് എ ബി ഈക്വൽ ടു പി ക്യു അല്ലെന്നുണ്ടെങ്കിൽ എ സി ഈക്വൽ ടു പി ആർ വന്നു കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. പിന്നെ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. പിന്നെ ഒന്നെങ്കിൽ ബി സി ഈക്വൽ ടു ഓക്കെ ബി സി അല്ല, അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബി സി അല്ല, ഒന്നെങ്കിൽ എ ബി ഈക്വൽ ടു എന്തായിരിക്കണം? എ ബി ഈക്വൽ ടു എന്തായിരിക്കണം? പി ക്യു ആയിരിക്കണം. ഒന്നെങ്കിൽ എ ബി ഈക്വൽ ടു പി ക്യു ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താവണം? എ സി ഈക്വൽ ടു പി ആർ ആയിരിക്കണം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എ ബി നോൺ ഇൻക്ലൂഡ് സൈഡ് ആയിരിക്കണം സെയിം ആയിട്ട് വരേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി ഈക്വൽ ടു പി ക്യു ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ? എ സി ഈക്വൽ ടു പി ആർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കി. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ച് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നോക്കുക. ഞാൻ എന്താ ഇവിടെ ഒരു 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആംഗിൾ സൈഡ് അല്ലേ? 50, 60 മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ഒരു 50 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇനി നോൺ ഇൻക്ലൂഡ് സൈഡ് നോക്കുക. ഇവിടുത്തെ നോൺ ഇൻക്ലൂഡ് സൈഡ് ഏതൊക്കെയാണ്? എ ബിയും എ സി ആണ്. ഇവിടെ പി ക്യൂവും ക്യു ആറും ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ്, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഞാൻ 6 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് 6 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ബി സി ഈക്വൽ ടു എന്തായിരിക്കണം? ക്യു ആർ തരണം. അങ്ങനെ തന്നു കഴിഞ്ഞാലും ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓർഡർ എഴുതിക്കൂടെ? ഓർഡർ നിങ്ങൾ തന്നെ പറയാൻ നോക്കുക. നിങ്ങൾ തന്നെ ഇത് വെച്ച് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയേ, 2 ട്രയാങ്കിളും 50 ഡിഗ്രി വരുന്ന എവിടെ? ബിയുടെയും പിയുടെയും സ്ഥാനത്താണ്. ബിയുടെയും പിയുടെയും സ്ഥാനത്താണ് 50 ഡിഗ്രി വരുന്നത്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കും. പിന്നെ ഇവിടെ ആംഗിൾ സി ഈക്വൽ ടു എന്താ? ആംഗിൾ ആർ ആണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. പിന്നെ 6 സെൻറ്റിമീറ്റർ വരുന്നത് എവിടെയൊക്കെയാണ്? എ ബി സൈഡിലും അതുപോലെ പി ക്യു സൈഡിലും ഓപ്പോസിറ്റ് ആംഗിൾ സി യു ആർ മാർക്ക് ചെയ്തു. പിന്നെ ഈ ആംഗിൾ നമുക്ക് അറിയത്തില്ല, അതിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് അറിയത്തില്ല, പക്ഷെ അത് കണ്ടുപിടിക്കാമല്ലോ. അത് കണ്ടുപിടിച്ചൂടെ? ഇത് 50, 60 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾസ് എന്തേ വരുത്തുള്ളൂ? 180 എന്ന് കുറച്ചാൽ പോരെ? 50 + 60 110. 180 എന്ന് പറയുമ്പോൾ എന്ത് വരും? 70. ഇവിടെ 70 ഡിഗ്രി വരും. ഇവിടെ എന്ത് തന്നെയായിരിക്കും? 70 ഡിഗ്രി ആണ്. എന്ന് വെച്ചാൽ എ ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളൂ, ഫിഗേഴ്സിൽ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ആംഗിൾ സൈഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അത് മാത്രമല്ല, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ഓർഡറും പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? ശരി. നെക്സ്റ്റ് വൺ നമ്മുടെ 5ാമത്തെ ടെസ്റ്റാണ് RHS. RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നല്ല, റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടിനസ് സൈഡ്. എന്ന് വെച്ചാൽ
രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് തന്നിട്ട് അത് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് തന്നിട്ട് അത് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പം അതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? 6 ഡിനോട്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ രണ്ട് ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉണ്ടായിരിക്കണം. രണ്ട് ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉണ്ട്. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പോണസ് ആണ്. രണ്ടിൻ്റെയും ഹൈപ്പോണസ് സെയിം ആയിരിക്കണം. രണ്ടിൻ്റെയും ഹൈപ്പോണസ് സെയിം ആയിരിക്കണം. പിന്നെന്താ? സൈഡ്. ഒരു സൈഡൂടെ സെയിം ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം? രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടിലും 90 ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടിൻ്റെയും ഹൈപ്പോണസ് സെയിം ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു സൈഡൂടെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ ക്യൂ ആണ്, രണ്ട് 90 ഡിഗ്രി ആണ്. പിന്നെ എ സി ഈക്വൾ ടു പി ആർ, രണ്ടിൻ്റെ ഹൈപ്പോണസ് സെയിം ആണ്. പിന്നെ അതുപോലെ ഒന്നെങ്കിൽ എ ബി ഈക്വൾ ടു പി ക്യൂ അല്ലെന്നുണ്ടെങ്കിൽ ബി സി ഈക്വൾ ടു ക്യൂ ആർ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ഞാൻ എന്താ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെയും നാണ്ട 90 ഡിഗ്രി, രണ്ടിടത്ത് 90 ഡിഗ്രി വരുന്നുണ്ട്. രണ്ടിടത്ത് 90 ഡിഗ്രി വരുന്നുണ്ട്. പിന്നെ ഹൈപ്പോണസ്, രണ്ടിൻ്റെയും ഹൈപ്പോണസ് എന്ന് പറയുന്നത് 13 രണ്ടിൻ്റെ ഹൈപ്പോണസ് സെയിം ആണ്. ഓക്കെ, ഇനി താണ്ട രണ്ടിൻ്റെയും ബേസ് 5 രണ്ടിൻ്റെയും ബേസ് 5 ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് എന്തേ വരത്തുള്ളൂ? നമ്മൾ ഓൾറെഡി പൈതോറൻ ട്രിപ്പിൾസ് ഒക്കെ പറഞ്ഞതാണ്. പൈതോറൻ ട്രിപ്പിൾസ് പറഞ്ഞതാണ് 5ഉം ഹൈപ്പോണസ് 13 വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് എന്തേ വരത്തുള്ളൂ? 12 വരത്തുള്ളൂ. 5, 12, 13 എന്നുള്ള ഒരു പൈതോറൻ ട്രിപ്ലറ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈതോറസ് ശ്രമിച്ച് നോക്കാം. ഇവിടെ എന്തേ വരത്തുള്ളൂ? ഈ രണ്ട് സൈഡിലും വാല്യൂസ് 12 വരത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓർഡർ എഴുതിക്കൂടെ? ഓർഡർ എഴുതാമല്ലോ. നമുക്ക് ഓർഡർ എഴുതാം. അപ്പോൾ ഇവിടെ 5ന് ഓപ്പോസിറ്റ് ആംഗിൾ എ ആണ്, ഇവിടെ 5ന് ഓപ്പോസിറ്റ് ആംഗിൾ പി ആണ്. അപ്പോൾ ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി ആയിരിക്കും. ഓക്കെ ആണല്ലോ. 90 ഡിഗ്രി വരുന്ന ഇവിടെ ഈ ട്രയാങ്കിൾ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ബിയുടെ സ്ഥാനത്തും ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ക്യൂയുടെ സ്ഥാനത്തുമാണ്. അപ്പം ബി ഈക്വൾ ടു ക്യൂ ആണ്. അതുപോലെ ഈ രണ്ട് സൈഡിന് മെഷർമെൻറ്റ് അറിയത്തില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. രണ്ട് 12 തന്നെ വരത്തുള്ളൂ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സിയും ആറും ആണ്. അപ്പോൾ ആംഗിൾ സി ഈക്വൾ ടു ആംഗിൾ ആറാണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുള്ളൂ. അപ്പം കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എന്നിട്ട് അത് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 ടെസ്റ്റും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഇപ്പം കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി ആണ് ഇവിടെ നോക്കുക. എ ബി ഈക്വൾ ടു പി ക്യൂ ആണ്, ബി സി ഈക്വൾ ടു ക്യൂ ആർ ആണ്, എ സി ഈക്വൾ ടു പി ആർ ആണ്. ഒരേ ഓർഡർ തന്നെ വരുവാണ്. ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി, ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈക്വൾ ടു ആംഗിൾ ആർ. എല്ലാം ഒരു ഓർഡറിൽ വരുവാണ്. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ട്രയാങ്കിൾ എ ബി സി ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ എന്തായിരിക്കും? പി ക്യൂ ആർ ആയിരിക്കും. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ പി ആണ്, ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ ക്യൂ ആണ്, ആംഗിൾ സി ഈക്വൾ ടു ആംഗിൾ ആർ ആണ്. അത് മാത്രമല്ല എ ബി ഈക്വൾ ടു പി ക്യൂ ആണ്, ബി സി ഈക്വൾ ടു ക്യൂ ആർ ആണ്, എ സി ഈക്വൾ ടു പി ആർ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് then their corresponding angles are equal. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെ അകത്തുവരുന്ന ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അത് മാത്രമല്ല ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് then their corresponding angles are equal. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അകത്തുവരുന്ന ആംഗിൾസ് സെയിം ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് നോക്കിയേ, ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് then they are equal in area and equal in perimeter. എന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയയും സെയിം ആയിരിക്കും, പെരിമീറ്ററും സെയിം ആയിരിക്കും. ഏരിയയും പെരിമീറ്റർ മാത്രമല്ല എല്ലാ പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഇൻ റേഡിയസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇൻ റേഡിയസ് മാത്രമല്ല ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും സർക്കം റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആർ വെച്ചിട്ട് നോട്ട് ചെയ്യുന്നത്. രണ്ട് ട്രയാങ്കിളിൻ്റെയും സർക്കം റേഡിയസ് സെയിം ആയിരിക്കും. ഇനിയിപ്പം ബി സി സൈഡും
QR സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിൽ നിന്നും പോകുന്ന പെർപെൻഡിക്കുലേഴ്സിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ ഈ രണ്ട് സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സൈഡിൽ നിന്നും പോകുന്ന മീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. ഇനി ഈ രണ്ട് സൈഡ്സും സെയിം ആണ്, അതിന് ഓപ്പോസിറ്റ് ആംഗിൾസും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വെർട്ടെക്സിൽ നിന്നും വരുന്ന ആംഗിൾ ബൈസെക്ടേഴ്സിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം എന്നാണ് ഉദ്ദേശിക്കുന്നത്, രണ്ടും സെയിം ട്രയാങ്കിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെയിം എന്നല്ല നമ്മൾ പറയുന്നത്. സെയിമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താ? കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ നേരെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ 2023 തൊട്ടാണ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. 2023 മുമ്പ് അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 2023-24 ടൈം തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ട്രയാങ്കിൾ ABC ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ FD എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ FDയും കോൺഗ്രുവൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് AB 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ആംഗിൾ B 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ A 80 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് ട്രൂ ആയിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ വെച്ച് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കുവാണ്. ജസ്റ്റ് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുവാണ്. ട്രയാങ്കിൾ ABC എടുക്കുന്നു, ട്രയാങ്കിൾ ABC എടുക്കുന്നു. അതുപോലെ ഞാൻ അടുത്തൊരു ട്രയാങ്കിൾ FDE എടുക്കുന്നു. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതേ ഓർഡറിൽ തന്നെ വരയ്ക്കുവാണ്. ആംഗിൾ A ഈക്വൾ ടു ആംഗിൾ F അല്ലേ? ആംഗിൾ A ഈക്വൾ ടു ആംഗിൾ F ആയിരിക്കും. ആംഗിൾ B ഈക്വൾ ടു ആംഗിൾ D ആയിരിക്കും. ആംഗിൾ C ഈക്വൾ ടു ആംഗിൾ E ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതേ ഓർഡർ തന്നെ ഞാൻ വരച്ചു. ഓക്കെ, ആംഗിൾ A ഈക്വൾ ടു ആംഗിൾ F ആയിരിക്കും. ആംഗിൾ B ഈക്വൾ ടു ആംഗിൾ D ആയിരിക്കും. ആംഗിൾ C ഈക്വൾ ടു ആംഗിൾ E ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യുവാണ്. AB 5 ആണ്. ഓക്കെ, AB 5 ആണ്, മാർക്ക് ചെയ്തു. ആംഗിൾ B 40 ഡിഗ്രി ആണ്. ആംഗിൾ A 80 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റ്സ് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും വരുന്നത്. AB ഈക്വൽ ടു എന്തായിരിക്കും? FD ആയിരിക്കും. അപ്പം 5 ഇവിടെ വരും. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ F ആണ്. അപ്പോൾ ഈ 80 ഇവിടെ വരും. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D ആണ്. അപ്പോൾ ഈ 40 ഡിഗ്രി ഇവിടെ വരും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. എന്താ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്? DE 5ഉം ആംഗിൾ D 40. DE 5ഉം ആംഗിൾ D 40. DE 5 ആണ് വരുന്നുണ്ടോ? എവിടെ 5 സെൻറ്റിമീറ്റർ വരുന്നത്? DFൻ്റെ മെഷർമെൻ്റ് ആണ് 5. DFൻ്റെ മെഷർമെൻ്റ് ആണ് 5. അപ്പോൾ DFൻ്റെ മെഷർമെൻറ്റ് 5 വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, സിയും ഡിയും. ഓക്കെ, DF 5 സെൻറ്റിമീറ്റർ വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ അതിൽ ഇവിടെ ഒന്നിൽ സി ഓപ്ഷനിൽ ആംഗിൾ F 60 പറയുന്നുണ്ട്, ഡി ഓപ്ഷനിൽ ആംഗിൾ E 60 പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിപ്പം 80-40 ആണ്. 80-40 ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? 80 + 40 120 ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ എന്ത് വരും? 80 + 40 120. 120 എന്ന് പറയുമ്പോൾ 60 വരും. അപ്പം ആംഗിൾ സിയുടെ സ്ഥാനം 60 വരും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഇയുടെ സ്ഥാനത്താണ് 60 വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നോക്കുക, ആംഗിൾ ഇയുടെ സ്ഥാനത്താണ് 60 വരുന്നത്, എഫിൻ്റെ സ്ഥാനത്തല്ല. എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 80 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ? ആംഗിൾ E 60. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല. ഇവിടെ നോക്കുക, എവിടാണ് 5 സെൻറ്റിമീറ്റർ വരുന്നതെന്ന് നോക്കുക. ദാ AB-ക്കാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത്. AB ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഇവിടെ വരുന്നത് FD. DF-നായിരിക്കും 5 സെൻറ്റിമീറ്റർ വരുന്നത്. നമുക്ക് ഫിഗർ വരയ്ക്കാതെ അതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? AB ഈക്വൽ ടു കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ AB ഈക്വൽ ടു DF ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ AB 5 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ DF എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ. അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. A ഓപ്ഷനും B ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. പിന്നെ ആംഗിൾ B 40 ഡിഗ്രി എന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം B ഈക്വൽ ടു എന്തായിരിക്കും? D ആയിരിക്കും. B ഈക്വൽ ടു E അല്ല, B ഈക്വൽ ടു D ആയിരിക്കും.
അതുപോലെ എ ഈക്വൾ ടു എന്തായിരിക്കും എഫ് ആയിരിക്കും. ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ എഫ് ആയിരിക്കും. പിന്നുള്ളത് എന്താ, സിയും ഇയും മാത്രമേ ഉള്ളൂ. ആംഗിൾ സിയും ആംഗിൾ ഇയും സെയിം ആയിരിക്കും. അപ്പം ആ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായാലും 60 വരത്തുള്ളൂ. അപ്പോൾ ആംഗിൾ സി ആയിരിക്കും 60 ഡിഗ്രി വരുന്നത്. ആ 60 ഡിഗ്രി വരുന്നത് ഏത് ആംഗിളിലായിരിക്കും, ആംഗിൾ ഇക്കായിരിക്കും. അപ്പോൾ ഇയിലായിരിക്കും 60 ഡിഗ്രി വരുന്നത്. പറഞ്ഞൂടെ? ഫിഗറിൻ്റെ ആവശ്യമുണ്ടോ? ഫിഗറിൻ്റെ ആവശ്യമില്ല, നോക്കി തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഓൾറെഡി കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പറഞ്ഞ് മനസ്സിലായോ? കാര്യങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നമ്മളിപ്പോൾ ചെയ്തതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. തനിയെ ചെയ്ത് നോക്കുക, തനിയെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. സെയിം ക്വസ്റ്റൻ ആണ്, വാല്യൂസ് മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഫിഗർ വരയ്ക്കാൻ നിൽക്കുന്നില്ല, ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ പോസ് ആക്കി വെച്ചിട്ട് തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം എക്സ്പ്ലനേഷൻ നോക്കുക. ഇവിടെ നോക്കിയേ, എ ബി ഈക്വൾ ടു 70 തന്നിട്ടുണ്ട്, ആംഗിൾ ബി 52 ഡിഗ്രി പറയുന്നുണ്ട്, ആംഗിൾ എ 95 ഡിഗ്രി പറയുന്നുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഓപ്ഷൻസ് നന്നായിട്ട് നോക്കുക. എ ബി 17 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എ ബി 17 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറയാം എഫ് ഡി എന്തായിരിക്കും, അല്ലെങ്കിൽ എഫ് ഡി അല്ലെങ്കിൽ ഡി എഫ് എന്തായിരിക്കും, അത് 17 സെൻറ്റിമീറ്റർ ആയിരിക്കും. പറഞ്ഞൂടെ? രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി 17 ആണെന്നുണ്ടെങ്കിൽ എഫ് ഡി എന്ത് തന്നെ ആയിരിക്കും, 17 ആയിരിക്കും. അപ്പം ഇതാണ്ട പിന്നെ അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യൂടെ? കാരണം എഫ് ഡി എഫ് ആണ് 17. അപ്പോൾ അത് വെച്ച് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ ആംഗിൾസ് നോക്കണം, ഏത് ആംഗിളിലാണ് 33 ഡിഗ്രി വരുന്നത് നോക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതാണ്ട് രണ്ട് ആംഗിൾസ് അറിയാം, 52, 95. ആംഗിൾ ബി ഈക്വൾ ടു ആംഗിൾ ഡി ആയിരിക്കും. എന്ന് വെച്ചാൽ 52 ഡിഗ്രി വരുന്നത് ആംഗിൾ ഡിയുടെ സ്ഥാനത്തായിരിക്കും. ഡിയുടെ സ്ഥാനത്ത് 53 ഡിഗ്രി ആയിരിക്കും വരുന്നത്, 52 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഡിയുടെ സ്ഥാനത്ത് 52 ഡിഗ്രി ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ ഡി ഈക്വൾ ടു 33 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റൈറ്റ് ഓപ്ഷൻ ഏതായിരിക്കും, സി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം വേണ്ട, എ ഈക്വൾ ടു എന്തായിരിക്കും, എഫ് ആയിരിക്കും. ആംഗിൾ എ 95 ആണ്, എ ഈക്വൾ ടു എന്തായിരിക്കും, എഫ് ആയിരിക്കും. ആംഗിൾ സി ഈക്വൾ ടു ആംഗിൾ ഇ ആണ്. ആംഗിൾ സി അൺനോൺ ആണ്, നമുക്ക് ആംഗിൾ അറിയത്തില്ല. അപ്പം ആ വരുന്ന ആംഗിൾ ആയിരിക്കും ഇക്ക് വരുന്നത്, അതെന്തായിരിക്കും 33 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസൂടെ ആഡപ്പ് ചെയ്ത് 180 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ 33 ഡിഗ്രി ആയിരിക്കും. അതായിരിക്കും ആംഗിൾ സിയിൽ വരുന്ന വാല്യൂ. അതേ വാല്യൂ ആർക്ക് പോവും, ആംഗിൾ ഇക്ക് പോവും. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ ഏതായിരിക്കും, സി ആണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അത്രയും സമയമൊന്നും എടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കടുകട്ടിയായിട്ട് വരുന്ന ഫോമുലാസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ ആണല്ലോ? ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തനിയെ ട്രൈ ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ വേണ്ടി നോക്കിയിരിക്കരുത്. ഒരിക്കലും ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക, തനിയെ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ ഓപ്ഷനിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിന് ശേഷം പിന്നെ നോക്കുക, എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നോക്കി, ദാ ഇവിടെയും ഓൾറെഡി രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്ന് നമുക്കറിയാം. എക്സ് വൈ ഈക്വൾ ടു എന്തായിരിക്കും, എൽ എം ആയിരിക്കും അല്ലേ? കോൺഗ്രുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഈക്വൾ ടു എന്തായിരിക്കും, എൽ എം ആയിരിക്കും. എക്സ് വൈ ഈക്വൾ ടു എൽ എം ആയിരിക്കും. ഓക്കെ, പിന്നെ വൈ ഇസഡ് ഈക്വൾ ടു എം ആർ ആയിരിക്കും. വൈ ഇസഡ് ഈക്വൾ ടു എന്തായിരിക്കും, എം ആർ ആയിരിക്കും. പിന്നെന്താ, എക്സ് ഇസഡ് ഈക്വൾ ടു എൽ ആർ ആയിരിക്കും. എക്സ് ഇസഡ് ഈക്വൾ ടു എൽ ആർ ആയിരിക്കും. ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, എം പ്ലസ് എക്സ് പ്ലസ് പി വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ നോക്കിയേ, എക്സ് വൈ ഈക്വൾ ടു എൽ എം. എക്സ് വൈ ഈക്വൾ ടു എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഇതാണ് ഇവിടെ കിടക്കുന്നത്. എക്സ് വൈയുടെ വാല്യൂ 2m+1 ആണ്. എക്സ് വൈ ഈക്വൾ ടു എൽ എം ആണ്. ഓക്കെ, അപ്പം 2m+1 ഈക്വൾ ടു എന്ത് വരും, 5 വരും. 2m+1 ഈക്വൾ ടു 5. 2m+1 ഈക്വൾ ടു 5. അപ്പം 2m ഈക്വൾ ടു എന്ത് വരും, 4 വരും. എമ്മിൻ്റെ വാല്യൂ എന്ത് വരും, 2 വരും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി.
ഓക്കെ ആണല്ലോ. അടുത്തെന്താ പറയുന്നത്, വൈ ഇസഡ് ഈക്വൽ ടു എം ആർ ആയിരിക്കും. വൈ ഇസഡ് ഈക്വൽ ടു എം ആർ എന്ന് പറഞ്ഞാൽ വൈ ഇസഡ് എന്താ 2p + 2 2p + 2 ഈക്വൽ ടു എന്ത് വരും, വൈ ഇസഡ് ഈക്വൽ ടു എം ആർ ആണ്. അപ്പോൾ എം ആറിൽ വരുന്ന 8 ആണ്. അപ്പോൾ 2p + 2 ഈക്വൽ ടു 8 വരും. അപ്പോൾ 2p ഈക്വൽ ടു 6 വരും. പിയുടെ വാല്യൂ എന്ത് വരും, 3 വരും. ഓക്കെ ആണോ, കഴിഞ്ഞില്ലേ? പിന്നെന്താ ഉള്ളത്, എക്സ് ഇസഡ് ഈക്വൽ ടു എൽ ആർ. എക്സ് ഇസഡ് ഈക്വൽ ടു എൽ ആർ, എക്സ് ഇസഡ് ഇവിടെ കിടപ്പുണ്ട്. എക്സ് ഇസഡ് ഈക്വൽ ടു എൽ ആർ വരും. എന്ന് വെച്ചാൽ 2x - 1 ഈക്വൽ ടു എന്ത് വരും, 7 വരും. 2x - 1 ഈക്വൽ ടു 7. 2x - 1 ഈക്വൽ ടു 7. അപ്പോൾ 2x ഈക്വൽ ടു 8 വരും. എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്ത് വരും, 4 വരും. അപ്പോൾ നമുക്ക് 3ൻ്റെ വാല്യൂസ് കിട്ടി, എമ്മിൻ്റെയും കിട്ടി, പിയുടെയും കിട്ടി, എക്സിൻ്റെയും കിട്ടി. കണ്ടുപിടിക്കണം എന്താ, എം പ്ലസ് എക്സ് പ്ലസ് പി ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ, എമ്മിൻ്റെ വാല്യൂ 2 ആണ്. എക്സിൻ്റെ വാല്യൂ എന്താ, 4 ആണ്. പിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 2 + 4 + 3 6 + 3 എന്തൊരു 9. അങ്ങനെ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. കിട്ടിയില്ലേ? ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ QPSഉം ട്രയാങ്കിൾ SRQ എന്ന് പറഞ്ഞ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം കോൺഗ്രുവൻ്റ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇൻ കേസ് 2 ട്രയാങ്കിൾസ് പറയുന്നുണ്ട് അത് കോൺഗ്രുവൻ്റ് അല്ല, കോൺഗ്രുവൻ്റ് തന്നിട്ടില്ല, കോൺഗ്രുവൻ്റ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ നിൽക്കണം. നമുക്ക് ഓൾറെഡി 5 ടെസ്റ്റ് അറിയാം. ആ ടെസ്റ്റ് വെച്ചിട്ട് അത് കോൺഗ്രുവൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ഓർഡർ എഴുതണം. കറക്റ്റ് ഓർഡർ എഴുതിയാൽ മാത്രമേ ഏതൊക്കെ ആംഗിൾസ് ആണ് ഏതൊക്കെ സൈഡ്സ് ആണ് സെയിം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ ഓൾറെഡി തന്ന സ്ഥിതിക്ക് നമുക്കറിയാം ഏതാ, ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ S ആണ്. ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ 2 സെപ്പറേറ്റ് ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ ഈ ട്രയാങ്കിൾ ആംഗിൾ Qയും ഈ ട്രയാങ്കിൾ ആംഗിൾ S സെയിം ആയിരിക്കും. പിന്നെ P ഈക്വൽ ടു R, ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട ഈ 2 ആംഗിൾസ്, ഈ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ Pയും ഈ ട്രയാങ്കിൾ വരുന്ന Rഉം സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും, 106. ഇവിടെ 106 ആണെങ്കിൽ ഈ ആംഗിൾ എന്തിനായിരിക്കും, 106 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെന്താ വരുന്നത്, ആംഗിൾ S ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ S ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കും. ആംഗിൾ S ഈക്വൽ ടു ആംഗിൾ Q ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിലെ ആംഗിൾ Sഉം ഈ ട്രയാങ്കിൾ ആംഗിൾ Qയും സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 52 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും, 52 ഡിഗ്രി വരും. ഓക്കെ ആണോ. ഈ ട്രയാങ്കിൾ ആംഗിൾ Sഉം ഈ ട്രയാങ്കിൾ ആംഗിൾ Qയും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 52 ഡിഗ്രി വരും. പിന്നെ ഈ 2 ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ആംഗിൾ PSR. എന്ന് വെച്ചാൽ ഇവിടെ PSR പറയുമ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ഈ ഒരു ആംഗിളിൻ്റെ മെഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 52 ഡിഗ്രി ആണെന്നറിയാം. ഇനി ഇതുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ നിങ്ങൾക്ക് ഈ 2 ആംഗിൾസ് അറിയാം. ഇതൊരു ട്രയാങ്കിളാണ്, അതിൽ ഈ 2 ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഇതിനോട് ആഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 158 വരും. അത് 180 നിന്ന് കുറച്ചാൽ പോരെ. 180 പറയുമ്പോൾ എത്ര വരും, 22 ഡിഗ്രി വരും. ഓക്കെ ആണോ. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും, 22 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ആംഗിൾ S ഈക്വൽ ടു ആംഗിൾ Q ആണ്. ഇത് 22 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, 22 ഡിഗ്രി ആയിരിക്കും. അത് ചോദിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. കണ്ടുപിടിക്കേണ്ടത് ഈ മൊത്തത്തിലുള്ള ആംഗിളാണ്. അപ്പോൾ ഈ 2 ആംഗിളുടെ എന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യണം. 52 + 22. അപ്പോൾ നിങ്ങൾക്ക് ആഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും, 74 ഡിഗ്രി വരും. ഓപ്ഷൻ B ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതുപോലെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഫോർമുലാസ് ഒന്നും വരുന്നില്ല. ഓക്കെ ആണല്ലോ. ഫിഗർ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് കഴിഞ്ഞു. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ചുരുക്കം കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും പറഞ്ഞു. അത് മാത്രം പഠിച്ചു വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചോദിക്കത്തുള്ളൂ. ഉള്ളതിൽ എളുപ്പമുള്ളൊരു ടോപ്പിക്കായിരുന്നു അത്. ഇനി വരുന്നത് സിമിലാരിറ്റിയാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.